ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച് അവർ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ്. ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ഞാനൊരിതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നെ. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. രേണു ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ ഉള്ളവർ തന്നാവണം. കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രേണു സുധി അങ്ങനെ വട്ടത്തിലും നീളത്തിലും 3G ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം മുൻപ് പുള്ളിക്കാരിയൊക്കെ ഇടയ്ക്ക് വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ KHDC ഫിറോസും ബിഷപ്പൊക്കെ എന്തിനാണ് ഞങ്ങൾക്ക് വീടൊക്കെ വെച്ച് തന്നത്, സ്ഥലം തരേണ്ട ആവശ്യമില്ല, ഫ്ലവേഴ്സ് ചാനലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ഇങ്ങനെ കുറേ വലിയ താളം അടിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഈ ബിഷപ്പും KHDC ഫിറോസൊക്കെ ഇവർ നിൽക്കുന്ന സ്ഥാനത്ത് ഇന്ന് ശ്രീകണ്ഠൻ നായർ ആ ഫ്ലവേഴ്സ് ചാനലിൽ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. കാര്യം ഇന്ന് ഇതേ ആളുകൾ തന്നെ നേരെ തിരിച്ചിരുന്നിട്ട് സമൂഹത്തിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പുഴുക്കുത്തുകൾ എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് രേണു സുധിനെ പറ്റിയിട്ട് ഇതേ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ വന്ന് സംസാരിക്കുകയാണ്. ഇപ്പം രേണു സുധിയുടെ അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു, ഈ സജിന വ്ളോഗ്സും പുള്ളിക്കാരും കൂടെ ചേർത്തിരുന്ന ലൈവിനകത്ത് വന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ബിഷപ്പിനെ പറ്റിയിട്ട് പറഞ്ഞതെന്നുള്ളത്. ആൻഡ് ഈ സജിന വ്ളോഗ്സ് ബിഷപ്പിനെ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചോക്കണം, ഒരാൾക്ക് സഹായം ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് രേണു സുധിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു കൂട്ടുകാരി കുഴിക്കൊണ്ട് ചാടിക്കാനെ കൊണ്ട് രേണു സുധിക്ക് ഇതുപോലത്തെ കുറേ കൂട്ടുകാരികളുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൂട്ടുകാരികളൊക്കെ വന്ന് നിൽക്കുന്നത് രേണു സുധിയുടെ ഒപ്പം നിന്ന് കിട്ടാനെ കൊണ്ട് ഉള്ള ഒരു ഫെയിമിനും ആ ഒരു നെഗറ്റീവ് ഫെയിമിനും അതിനകത്തൂടെ ബിഗ് ബോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോഴും രേണു സുധി ആലോചിക്കണം, ഈ വന്ന് മൂപ്പിച്ച് വിടുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ആരുടെയെങ്കിലും ദാനം വാങ്ങിച്ചിട്ട് എല്ലാവരും കഴിയുന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്താണെങ്കിൽ ആ കൂട്ടുകാർ എന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വെക്കാം. പക്ഷെ പുള്ളിക്കാരുടെ ഫേസ് ഒന്ന് ബ്ലർ ചെയ്യാണ്, ആവശ്യമില്ലാത്തൊരു റീച്ച് കൊടുക്കാനെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ്. ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ് പേപ്പർ അതിന്റെ ഇവരുടെ വ്ളോഗേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അതല്ലാതെ ലീഗലി രേണുവിന്റെ കുടുംബത്തിനും ഇതുവരെ അതിന്റെ വേറെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ വേറെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അതിന്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ അവർക്ക് അതിന് ലീഗലായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിന് വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പ്രതികരിക്കാതെ അവർ എന്ത് ചെയ്യും, അങ്ങനത്തെ സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരഞ്ഞു മേടിക്കേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ടാണ് അവരതിൽ പ്രതികരിക്കാത്തത്. ഇനി അവർക്ക് അതിൽ എന്തെങ്കിലും ലീഗലായിട്ട് കിട്ടുവാണെങ്കിൽ അതിനുശേഷം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ്. പിന്നെ അതായത് നമ്മൾ കണ്ടേക്കുന്ന ആ ഒരു വക്കീൽ നോട്ടീസ് നമ്മളൊക്കെ ഈ ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് നിങ്ങളോട്ട് എത്തിച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മളിതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തോന്നടേ ഇത്, ഒരിക്കലും പുള്ളിക്കാരി ബഹറിലോ എവിടെ അങ്ങാണ്ട് പുറത്ത് ഏതോ ഒരു സ്ഥലത്തെക്കാട്ടാണ്. അപ്പം ഇത് രജിസ്റ്റേർഡ് ആയിട്ട് വരുന്ന സാധനമല്ലേ, അപ്പോൾ അവർ തന്നെ ഒന്ന് കൈപ്പറ്റണമല്ലോ, അതിൻ്റെ ഇതാണ്. അപ്പം വന്നിട്ട് പറയണം അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇത് അങ്ങനെ എത്തിയിട്ടേ ഇല്ല, ഇത് മറ്റേ ദുബായ് കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കരുതി ദുബായ് ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞത്. ഞാൻ ആ വക്കീൽ നോട്ടീസ് നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന പോലെ ഒരു കൂട്ടുകാരാണ്. എന്താണെങ്കിൽ ഈ കൂട്ടുകാരി ശ്രീകണ്ഠൻ നായർ പുള്ളി വന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളിത് കേൾക്കുക. 24 ന്യൂസിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാം. ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച് അവർ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ സ്വതന്ത്രന്മാർ എന്ന പരിവേഷമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവരെ കൊണ്ടൊക്കെ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ച് പോകും. ഏറ്റവും അവസാനം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യണം. അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു. എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ബിഷപ്പാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. അദ്ദേഹത്തിന് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ്. അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് എന്ന് വെച്ചാൽ ഉപകാരം ചെയ്യാൻ ഈ സമൂഹത്തിൽ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ ബയോഡേറ്റ എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇവരാരാണ്, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു പിതാവിനെ ഇത്രയും ആക്രമിച്ച് കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം. ഇതിൻ്റെ പേരിൽ എന്നെ ആക്രമിക്കരുത്, ആക്രമിച്ചാലും ഞാനതൊന്നും കാര്യമായി എടുക്കാറില്ല. കാരണം ഈ തൊലി സ്ട്രോങ്ങാണ്, കട്ടി കൂടുതലാണ്. നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ്. അപകീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത്. കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുവാൻ തക്കവണ്ണമിടയായി.
ബിഷപ്പ് നോബൽ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കൊടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പായിരുന്നു. 24 കണക്റ്റുമായി ചേർന്ന് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതിയടക്കം നടപ്പാക്കുന്നതിന് ബിഷപ്പ് പങ്കാളിയാകുന്നുണ്ട്. ഇത്തരം പദ്ധതികളിൽ സജീവമാകുന്നതിനിടയിലാണ് അധിക്ഷേപങ്ങൾ. കേട്ടല്ലോ, ഇപ്പം ഈ 24 ന്യൂസിൽ ഇപ്പം ശ്രീകണ്ഠൻ നായർ പുള്ളി പോലും വന്നിരുന്നിട്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിലെ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നുള്ളത്. അപ്പം ഈ പുഴുക്കുത്തുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, കൊല്ലം സുധിയുടെ ഭാര്യ എന്ന പേരിലല്ലേ ഇപ്പൊ പുള്ളിക്കാരിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് രേണുസുധിനെ പറയാനെ കൊണ്ട് ഇങ്ങനെ കുറച്ച് കൂട്ടുകാരികൾ മാത്രമേ ഉള്ളൂ. അപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലായിക്കൂടെ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഈവൻ കിച്ചു പോലും പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. കിച്ചു പറയുന്നത് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, പിന്നെ എനിക്ക് ആദ്യം എല്ലാവരും പറയുള്ളൂ, നമ്മളെല്ലാവരും ഈ ആനേനെ ബഹുമാനിച്ചാൽ പോരെ, ആനയുടെ പിണ്ടത്തെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അല്ല ഇവർ ഈ വസ്തു കൊടുത്തിട്ടുള്ളത്. ഈ വസ്തു കൊടുത്തിട്ടുള്ളത് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ്. അതെ, കിച്ചുവിന്റെ ഋതപ്പന്റെയും പേരിലാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ വന്ന് സംസാരിച്ചോളും. എന്താ, കിച്ചു പ്രായപൂർത്തി അയക്കുന്ന ഒരു വ്യക്തിയല്ലേ, കിച്ചുവിന് സംസാരിക്കാൻ അറിയാമല്ലോ, അവൻ വന്ന് സംസാരിച്ചോളും. ഓക്കെ, അപ്പം ആ ഒരു വിഷയത്തിൽ രേണുസുധി വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം രേണുസുധിക്ക് കൊടുത്ത വീടല്ല. അങ്ങനെയുള്ളപ്പോൾ രേണുസുധി വന്നിട്ട് KHDC ഫിറോസിക്കേനെയും അല്ലെങ്കിൽ ബിഷപ്പിനെയൊക്കെ അവർക്കെതിരെ ഇമ്മാതിരി വർത്താനം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ബിഷപ്പാമ്പം തന്നെ വിളിച്ചോണ്ടല്ലേ രേണുസുധിയും മറ്റേ സജീന വ്ലോഗ്സും ഇരുന്ന് പറഞ്ഞേക്കുന്നത്. രേണുസുധിക്ക് എന്ത് യോഗ്യതയാണ് അപ്പം അത് പറയാനെ കൊണ്ടുള്ളത്? രേണുസുധിക്ക് കൊടുത്തേക്കുന്ന വീടല്ലല്ലോ. ഇപ്പൊ ഈ കിച്ചുവിന് ഋതപ്പനാണ് കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിന് പ്രായപൂർത്തിയായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന കാര്യം അന്ന് പറഞ്ഞാണ്. ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് വെക്കാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ചവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസ് ക്യാമ്പിൽ എനിക്ക് ഇറങ്ങി മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീട്. അത് ഞാൻ ഇതായിട്ട് അതിന് കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം, നമ്മളാണ് ചെയ്തത്. അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച് തന്നെ നല്ലൊരു കാര്യം. നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പോർഷൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രേണുസുധിനെ ഒന്ന് കേൾപ്പിച്ച് കൊടുക്കണം. രേണു നിങ്ങൾക്കല്ലല്ലോ വീട് എന്നാൽ കിച്ചുവിനും ഋതപ്പനും അല്ലേ, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവർ വന്ന് പറയട്ടെ എന്നുള്ള രീതിയിൽ നാണ്ട് ഇതങ്ങ് കേൾപ്പിച്ച് കൊടുത്താൽ മതി. രേണു അവിടെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലല്ലേ, നിങ്ങൾ കൂട്ടുകാരിയാനല്ല പറഞ്ഞ രേണുവിനല്ലല്ലോ കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ രേണുസുധി ഇങ്ങനെ മിണ്ടരുത്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ബിഷപ്പിനൊക്കെ ബിഷപ്പാമെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഒന്നിലല്ലേ പുരോഹിതനല്ലേ, ആ മനുഷ്യൻ മോശമായിട്ടൊരു പ്രവൃത്തി ചെയ്തേക്കുന്ന ഒരാളോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ. എത്ര ആൾക്കാർക്ക് സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ ഒരു ഫിഷക്കാരനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് എന്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ കൊടുത്തതിന് ശേഷം അവൻ കുറച്ചൊന്ന് ദൂരെ അകലെ നടന്നു പോയതിനു ശേഷം ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ അത് 10 രൂപ ഇങ്ങനെ താന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവന്റെ നിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ നടക്കുന്നത്. ശരിക്കും നടക്കുന്ന അവസ്ഥ അതല്ല. അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭിക്ഷ യാചിച്ച ഒരാൾ വന്നു അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം തോന്നിയിട്ട് നമ്മളൊരു 10 രൂപ കൊടുക്കുന്നു, നേരെ 10 രൂപ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു ചെന്നിട്ട് സഹായം തന്ന ആളെയാണെങ്കിൽ തെറി വിളിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം. ഈ അർഹതപ്പെടാത്ത ഒരാൾക്ക് 1 രൂപ പോലും കൊടുക്കരുത്. മുമ്പ് ഒരിക്കൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ടൈമിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഞങ്ങളുടെ ഭിക്ഷ ആവശ്യം എന്നിട്ട് മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമെന്ന് ചോദിച്ചു. എനിക്ക് ഇവരെ കണ്ടപ്പോഴേ എന്തൊക്കെയോ വശപ്പശക്ക് തോന്നി, എന്തോ ഒരു ഉടായിപ്പാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് തന്നെ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ നേരെ അവളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണെങ്കിൽ അയ്യോ GPay അല്ല നിൽക്കുക, ഞാൻ നോക്കണം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കയ്യിലിരുന്ന ചില്ലറ എന്തെന്നുള്ളിൽ പറക്കി എടുക്കുക. അപ്പം ഞാൻ കണ്ണ് കാണിച്ച് പറയുന്നുണ്ട് വേണ്ട എന്നിങ്ങനെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ റൗണ്ട് ചെയ്തൊരു 10 രൂപ എങ്ങനെയൊക്കെയോ ബാഗിനെ തപ്പി പിടിച്ചൊരു 10 രൂപ ചില്ലറയാക്കിയിട്ട് നേരെ ആ ഒരു സ്ത്രീക്ക് കൊടുത്തിട്ട് പുള്ളിക്കാരി നേരെ പറഞ്ഞു എന്തോന്നറിയോ, ഇത് നേരെ എണ്ണി നോക്കിയിട്ട് 10 രൂപയാണോ കൊച്ചേ തരുന്നതെന്ന്. ആ കൊടുത്ത അവളാരായി? അതുപോലത്തെ ഒരു പരിപാടിയല്ലേ. അപ്പം അർഹതപ്പെടാത്ത ഒരാൾക്ക് 1 രൂപ പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതിൽ ഈ കിച്ചുവിനും ഋതപ്പനും കൊടുത്ത വസ്തു അത് തെറ്റായി പോയി, അല്ലെങ്കിൽ ബിഷപ്പിനെ അത് തിരിച്ചെടുക്കണം എന്നുള്ളത് ബിഷപ്പിന്റെ ആഗ്രഹമാണെങ്കിൽ തിരിച്ചെടുക്കട്ടെ. അതിന് ഈ പറഞ്ഞ രേണു വന്ന് തലത്തലി അടിക്കുകയോ അല്ലെങ്കിൽ വാവിട്ട് നെഞ്ചടിച്ച് കരയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുക, അത് ചിലപ്പോൾ മേ ബി അവർ പിന്നിലുള്ള അത് എന്ത് തന്നെ ആയാലും ബാക്കി ദൈവത്തിനായാലും വിട്ടു കൊടുക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാറുണ്ട് ആളുകൾക്ക്. പക്ഷെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ പിറകെ ഇങ്ങനെ ഒന്ന് അലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, ഇനി അതല്ല പോസിറ്റീവ് ആയിക്കോട്ടെ, അത് എന്ത് തന്നെയാലും അത് ദൈവവും അവരും തമ്മിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഇവരിനി ഈ വസ്തു തിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രേണു എടുക്കട്ടെ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊട്ടടിച്ച് ഘോഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവരൊരു സാധനം അല്ല, ഇവിടെ ഈ ആൾക്കാരൊരു സഹായം ചെയ്യുമ്പോൾ ആൾക്കാർ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞ് ശരിയാണ്, ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം.
പക്ഷെ അത് പറയുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചുറ്റുപാടുമുള്ള ആൾക്കാരാണ്. ഈ സഹായം സ്വീകരിക്കുന്ന ആൾ തന്നെ തിരിഞ്ഞു നിന്നിട്ട് ഒരുമാതിരി കൊത്തുകൊത്ത എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്തുവാണ് പറയേണ്ടത്? പിന്നെ ബിഷപ്പ് ഇങ്ങനെ തിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഇഷ്ടദാനമായിട്ട് കൊടുത്തേക്കുന്ന വസ്തു ക്യാൻസൽ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിന് ആ മനുഷ്യൻ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മാതിരി ആ മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെച്ചിരുന്നു, അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്ന കാര്യം അതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയല്ല, കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ കാര്യം അല്ലെങ്കിൽ സങ്കടം തോന്നുന്നുണ്ട്. കാര്യം നമ്മളിത് വീഡിയോക്കകത്ത് ഇങ്ങനെ സംസാരിക്കുമെങ്കിൽ പോലും അവരുടെ അമ്മയാണ്. അപ്പം ഇങ്ങനൊരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴത്തേക്കിന് അത് രേണുസുതി ആലോചിക്കേണ്ട കാര്യമാണ്. ആ കുട്ടികളുടെ കാര്യം തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്കൂടെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. എപ്പോഴും തലക്കനം പിടിച്ചുകൊണ്ട് ഞാൻ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് ഓൺലൈൻ മീഡിയ സിനിമകളിൽ എപ്പോഴും നിൽക്കുന്ന ഈ ഒരു സാധനമില്ലേ, ഇതിൻ്റെ ഒരു റിയാലിറ്റിയിലോട്ട് പുള്ളിക്കാരി ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. പുള്ളിക്കാരിക്ക് ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ്. അത് ഓൾറെഡി സജിന വ്ലോഗ്സ് എന്നാന്ന് പറഞ്ഞേക്കുന്ന കാര്യമാണ്, ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണിക്കുമ്പോൾ വഴിയാധാരമാവുന്നത് കിച്ചുവും ഋതപ്പനും ആണെന്നുള്ളത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. എന്താണെങ്കിലും ഈ ബിഷപ്പ് മുമ്പ് പല ആളുകൾക്കും ഇതുപോലെ സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഇതോടെ അങ്ങോട്ട് വെക്കാം. കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് 8 കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാംതോട്ടത്തിലാണ് ഇത്തരത്തിൽ 8 കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത്. ആ ഭൂമിയിൽ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ കുടുംബത്തിന് 7 സെന്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും 8 കുടുംബങ്ങൾക്കും തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിന് 13-ാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് 2 വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു. പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുധീർ ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവർ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത്. എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം ഇച്ഛിക്കാതെ ഇറങ്ങിച്ചെന്ന് എന്നാൽ ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു. അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ്. അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ 8 കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു. ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത്. അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി പല ആളുകൾക്ക് ഇത്തരത്തിൽ സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അവരാരും ഇത്തരത്തിൽ വന്നിട്ട് ബിഷപ്പിനോട് ഈ രീതിയിലുള്ള പരിപാടികൾ കാണിച്ചിട്ടില്ല. ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ ഉണ്ടായിരിക്കുന്നത് രേണുസുതിയായിട്ടാണ്, അല്ലെങ്കിൽ രേണുസുതി കാരണമാണ്. നന്ദി കാണിച്ചില്ലെങ്കിലും നിന്ന കാണിക്കാണ്ടിരിക്കുക. ഓക്കെ, കാര്യം ഈ കൂട്ടുകാർ തന്നെ പറഞ്ഞില്ല, രേണുസുതിയുടെ പേരിലല്ല കൊടുത്തേക്കുന്ന, കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ പേരിലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ട് അവർ സംസാരിക്കട്ടെ, അവർ പറയട്ടെ. കിച്ചു തന്നെ പറഞ്ഞാൽ കേട്ടല്ലോ. ഇത് തന്നെ നിങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് അടിച്ച് രേണുസുതിക്ക് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഓക്കെ, എന്താണെങ്കിലും ഭയങ്കര ചങ്കുമായിട്ട് നടന്നേക്കുന്ന മുൻപൊരു വ്യക്തി ഉണ്ടായിരുന്നു, നിമിഷ ബിജോ. പുള്ളിക്കാരി ഇപ്പൊ ഈ രേണുസുതിനെ പറ്റി ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു. ഇപ്പൊ പറയുന്ന കാര്യം കേട്ടോ. പക്ഷേ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ്. രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ ഉള്ളവർ നന്നാവണം, കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല, നമ്മളത് കട്ട് ചെയ്തോളം കൊണ്ട്. അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാകുമ്പോൾ കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാനം ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ ഞാൻ എടുക്കേണ്ട തീരുമാനമായിരുന്നു. എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഇതാകട്ടെ, താരം കിട്ടിയത് തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കാൽച്ചോട്ടി കിടക്കണ്ട. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിനെ വിഷപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണം എടുത്തപ്പോൾ ആൾക്കാർ അങ്ങാതിരിക്കൂല. ഈ വിഷയത്തിൽ എന്ത് നമ്മുടെ സജീന വ്ലോഗ്സ് ഒന്നും പറയാത്തേ? ഞാൻ അതായി ആലോചിക്കണേ. നിമിഷ ബിജോ എന്താണെങ്കിൽ അന്നിങ്ങനെ പറഞ്ഞു, ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഈ സജീന വ്ലോഗ്സും രേണുസുതിയും കൂടെ തമ്മിൽ തല്ലി പിരിയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു കൂട്ടുകാരി വരും രേണുസുതിയുടെ കൂടെ എന്നിട്ട് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മുടെ മറ്റേ ഇടയ്ക്കൊരു ക്യാമിയോ കയറി വന്ന നമ്മുടെ പ്രതീക്ഷേട്ടായി എവിടെ? അല്ലെങ്കിൽ എപ്പോഴും ബോബന് മുകളിലെ പട്ടിയുടെ കൂട്ട് പുറകെ നടക്കുന്ന പ്രതീക്ഷേട്ടായിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ സാധിക്കുന്നില്ല സുഹൃത്തുക്കളെ. പിന്നെ ഇതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യമാണ് ലക്ഷ്മി നക്ഷത്ര. ഈ ലക്ഷ്മി നക്ഷത്ര പണ്ട് ഭയങ്കരമായിട്ട് രേണുസുയുടെ ഒപ്പം നിന്ന് അങ്ങനെ പലപ്പോഴും അങ്ങനെ ഓൺലൈൻ മീഡിയാസ് ഒന്ന് ചോദിക്കാൻ പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്കിപ്പാവെങ്കിൽ കൂടി ഇപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു നോക്കാറേയില്ല, അങ്ങോട്ടേക്ക് കാണാറില്ല. അല്ലെങ്കിൽ പല വ്ലോഗ്സൊക്കെ പുള്ളിക്കാരിയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നതായിരുന്നു രേണുസുതിയുടെ ഒപ്പം നിന്നുകൊണ്ട്. അപ്പോൾ അന്ന് ഭയങ്കര സങ്കടവും ഇതൊക്കെ കാണിച്ചിട്ട് രേണുസുതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കുറേ വിമർശനങ്ങൾ വന്നേക്കുന്ന ഒരു ടൈമായിരുന്നു. പക്ഷെ സത്യത്തിൽ ആ വിമർശനങ്ങൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൂടെ വാങ്ങിച്ചു കൊടുത്തേക്കുന്നതിൻ്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും രേണുസുതി വഹിച്ചിട്ടുണ്ട്. കാരണം രേണുസുതി തന്നെയാണ് വന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തതൊക്കെ. അപ്പോൾ ആ സമയത്ത് രേണുസുതിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി എനിക്ക് ഫെയിം ആവണം, ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം എന്നുള്ളൊരു സാധനം അന്ന് മുതലേ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ സഹായിച്ചേക്കുന്ന അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്രം പോലെ ഇന്നിപ്പം രേണുസുടെ ഒപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഈ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം വരെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കട്ടെ, സോഷ്യൽ മീഡിയയിലെ പുഴുക്കുത്തുകൾ
ഈ പറയുന്ന സജീന വ്ലോഗ്സും രേണു സുധി ഇപ്പം വന്നേക്കുന്ന ഈ ഒരു കൂട്ടുകാരി ഇവരൊക്കെ തന്നെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ ഇതല്ലേ? എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കിടിലമായിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.